കോഴിക്കോട് നിന്ന് ഞങ്ങളുടെ പ്രതിനിധിയും ജോഷ്ല കൂടി ചേരുകയാണ്. ജോഷ്ല, വടകരയിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം മാറിയിരിക്കുകയാണ്. കാരണം LDF സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചർ വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ ആയി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ വല്ലാത്തൊരു പരാജയ ഭീതി മുരളീധരന് അവിടെ നേരിട്ടിരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിറ്റിംഗ് MP ഭൂരിപക്ഷവും പരാജയപ്പെടുന്ന സാഹചര്യമാണെന്നുള്ള കേന്ദ്ര ഹൈക്കമാൻഡിന് കിട്ടിയ കനകോലിൻ്റെ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വടകര ഇപ്പോൾ വീണ്ടും വലിയൊരു പ്രശ്നത്തിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. വടകര, ഒപ്പം തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കാര്യത്തിൽ, രണ്ടിടങ്ങളിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തതും. വടകരയുടെ ഒരു സാഹചര്യം എന്താണ്? ഇപ്പോൾ ആരെയാണ് വടകരയിൽ കോൺഗ്രസ് പരിഗണിക്കുക മുരളീധരന് പകരമായി? അവിടെ ഏത് തരത്തിലുള്ള ഒരു ഇക്വേഷനാണ് അവിടെ ഇപ്പോൾ കോൺഗ്രസ് പരീക്ഷിക്കാൻ പോകുന്നത്? സിജു, വടകരയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കെ ശൈലജ എന്ന സ്ഥാനാർത്ഥി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോട് വലിയ പ്രതിസന്ധി നേരിടുകയാണ് കോൺഗ്രസ്. മാത്രമല്ല ആ ഒരു സാഹചര്യത്തിൽ മുരളീധരന് വടകരയിൽ മത്സരിക്കണോ എന്നുള്ള ആശങ്ക പോലും ഉണ്ടായിരുന്നു. എന്നാൽ മുരളീധരന് മറ്റൊരു പ്രതീക്ഷ കൂടി ഉണ്ടായിരുന്നു. വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട്ടിലേക്ക് സ്ഥാനാർത്ഥിത്വം മാറ്റാം എന്നുള്ള ഒരു പ്രതീക്ഷ മുരളീധരൻ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ അതുമല്ല, പെട്ടെന്നാണ് ഈ പത്മജയുടെ ഒരു കൂറുമാറ്റം ഉണ്ടായിരിക്കുന്നത്. BJP-യിലേക്ക് പത്മജ പോകുന്നു എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് കോൺഗ്രസ് നേതൃത്വത്തിന് ജനങ്ങളിലുള്ള ഒരു വിശ്വാസമാണ്. കെ കരുണാകരന്റെ മകളാണ്, ആന്റണിയുടെ മകൻ പോയതുപോലെയല്ല, നേരത്തെ പലതവണ മത്സരിച്ച ആളാണ്, സജീവമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. ഈ ഒരു 2-3 വർഷത്തിനിടയിലാണ് പത്മജ സജീവമായി രംഗത്ത് വരാതിരുന്നത്. എന്നാൽ പോലും കെ കരുണാകരന്റെ മകൾ എന്നുള്ള ഒരു പരിഗണന, അതായത് കോൺഗ്രസിന്റെ ഒരു വിശ്വാസം, ഇവരൊന്നും പോകില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് കെ മുരളീധരനെ അടക്കം ബാധിക്കുന്ന രീതിയിലേക്കാണ് മാറിയത്. കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് അത് മാറുന്നു എന്നുള്ളതാണ്. കെ മുരളീധരനും ഇനി അടുത്ത കാലത്ത് BJP-യിലേക്ക് പോകുമോ എന്നുള്ള ഒരു ചോദ്യം വോട്ടർമാരിൽ നിന്നും ഉണ്ടായാൽ പോലും അതിനെ എങ്ങനെ നേരിടണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിനോ അഥവാ മുരളീധരനോ പോലും അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് തന്നെ തൃശ്ശൂരിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം വന്നിരിക്കുന്നു. സ്ഥാനാർത്ഥിത്വം അത് എവിടെയായാലും സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ രാവിലെ മുതൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിലുണ്ട്. അദ്ദേഹം രാവിലെ പ്രതികരിക്കാൻ തയ്യാറായില്ല, പ്രതികരണമൊന്നും വരില്ല, സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമാണ് പ്രതികരിക്കാൻ തയ്യാറാവൂ എന്നുള്ളതായിരുന്നു അദ്ദേഹം നേരത്തെ മാധ്യമപ്രവർത്തകരെ അറിയിച്ചത്. എന്നാൽ അല്പസമയം മുൻപ് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ മൈക്ക് കണ്ടാൽ സംസാരിക്കാതെ ഇരുന്നിട്ടില്ല കെ മുരളീധരൻ. എപ്പോഴും പ്രതികരിക്കാൻ, ഏത് വിഷയത്തിലും പ്രതികരിക്കാൻ സന്നദ്ധനായിരുന്ന കെ മുരളീധരൻ പോലും ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണാൻ തയ്യാറായില്ല. പിന്നെ എപ്പോഴോ കാറിലിരുന്നു കൊണ്ടാണ് ആ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കുന്ന തരത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തത്. വല്ലാതെ വിരണ്ടിട്ടുണ്ട് കെ മുരളീധരനും കോൺഗ്രസും എന്ന് തന്നെയാണ് ആ മുരളീധരൻ്റെ ഇന്നത്തെ ആ പ്രവൃത്തിയിലൂടെ തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നത്.